ഇവർക്ക് ഏറ്റവും വിരോധം ഭരണഘടനയോടാണ്. എന്നിട്ട് ഭരണഘടനയുടെ 75-ാം വാർഷികം ആഘോഷിക്കുന്ന ഏറ്റവും എന്താ പറയുക വിരോധാഭാസം എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നവരുടെ ഭരണഘടനയുടെ ഉള്ളടക്കില്ലേ? പ്രദർശിപ്പിക്കപ്പെട്ട BJP-കാരൻ കൈ പിടിച്ച ഭരണഘടനയിൽ 2 സാധനം ഉണ്ടായിരുന്നില്ല. സോഷ്യലിസ്റ്റും ഉണ്ടായിരുന്നില്ല, നമ്മുടെ മതേതരത്വം ഉണ്ടായിരുന്നില്ല. രണ്ടും ഇല്ലാത്തൊരു ഭരണഘടന കൈ പിടിച്ചിട്ടാ നടക്കണേ. ഒറീസ അസംബ്ലിയിൽ തന്നെ അത് പ്രദർശിപ്പിച്ചു. അപ്പൊ അവർ പഴയ ഭരണഘടനയാണ്. എത്ര ആപൽക്കരമായ ഒരവസ്ഥയിൽ നമ്മൾ ചെന്നെത്തി. അപ്പൊ സ്വാഭാവികമായിട്ടും രാജ്യത്തെ വലത്തോട്ട് നയിച്ചുകൊണ്ടുപോവുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വലതുപക്ഷ ഗവൺമെന്റാണിത്. ലോകത്തിലെ ഏറ്റവും പ്രാകൃതമായ സംസ്കാരശൂന്യരായ ആളുകൾ ഭരിക്കുന്ന ഒരു ഭരണ സംവിധാനമാണിത്. മനുഷ്യരാശിയുടെ ഇന്നത്തെ കാലപരിധി എന്തുകൊണ്ടാണ് സാധിക്കുന്നത്? അത് സാധിക്കാനിടയാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ ഭരണവർഗം നൽകിയിരിക്കുന്ന വലിയ പിന്തുണയാണ്. അത് നാം മറന്നുപോകരുത്. BJP-യും RSS-ഉം കൈകോർത്ത് പിടിച്ച് രാജ്യത്ത് ഹിന്ദുത്വ ആശയഗതിക്ക് അനുയോജ്യമായ രൂപത്തിലുള്ള ഹിന്ദുത്വ അജണ്ടയുടെ ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിക്കുക എന്ന ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ അവർക്ക് സൗകര്യം കിട്ടുന്നത് അവരുടെ ജനപിന്തുണ വളരെ വേഗത്തിൽ വർദ്ധിച്ചുകൊണ്ട് മാത്രമല്ല, ഇന്ത്യയിലെ കോർപ്പറേറ്റ് മുതലാളിമാർ ഇവർക്ക് നൽകിയിട്ടുള്ള വലിയ പിന്തുണയുടെ പശ്ചാത്തലത്തിലാണ്. ലോകത്തന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന മുതലാളിമാരുള്ളത് ഇന്ത്യയിലാണ്. ഏറ്റവും കൂടുതൽ ലാഭം ഇന്ത്യൻ മുതലാളിമാർക്ക് ലോകത്തെ മറ്റു കോർപ്പറേറ്റ് മുതലാളിമാരെക്കാൾ എന്താ ഒരു അധിക ശക്തി ഉള്ളതുകൊണ്ടാണ്? അല്ല, പൂർണ്ണമായിട്ട് ഗവൺമെന്റ് പിന്തുണയോടുകൂടി കോർപ്പറേറ്റ് മുതലാളിത്തത്തെ വളർത്തുകയാണ്. ധനകേന്ദ്രീകരണം 980-കളിൽ 1% ഇന്ത്യയിലെ 25% സ്വത്തുള്ള ഈ ശതകോടീശ്വരന്മാർ, $1 ബില്യൺ വരുമാനമുള്ള ശതകോടീശ്വരന്മാർ വളരെ എണ്ണത്ത് കുറവായിരുന്നു. മോഡി വരുമ്പോൾ തന്നെ 100, ഇപ്പൊ 185, 200-ലേക്ക് കയറുകയാണ് അവരുടെ എണ്ണത്തിന്റെ വർധനവ്. 1% ആളുകളുടെ കയ്യിൽ കൂടുതൽ സമ്പത്ത് കേന്ദ്രീകരിക്കുന്നതിൻ്റെത്. 80-കളുടെ തുടക്കത്തിൽ 6% സമ്പത്തായിരുന്നു കേന്ദ്രീകരിച്ചത്. ഇപ്പൊ എത്രയായി? 4-1 സമ്പത്തായി. വലിയ കേന്ദ്രീകരണം നടക്കുന്നു. പിന്നെയോ 5 മുതലാളിമാരുടെ കൈകളിലേക്ക് അനേക ലക്ഷം കോടി രൂപയുടെ സമ്പത്ത് പെട്ടെന്ന് കയറി ചെല്ലുന്നു. 10 ലക്ഷം കോടി രൂപയുടെ സമ്പത്തുണ്ട് ധീരുഭായ് അംബാനിക്ക്. 10 ലക്ഷം കോടി. അതിന്റെ ഒപ്പവും ചിലപ്പോൾ അതിന്റെ മുന്നിലും എത്തുന്നുണ്ട് അദാനി. 5 മുതലാളിമാർ. ഏറ്റവും ആപത്കരമായ ഒന്നാണത്. ജനാധിപത്യത്തിന്റെ ഒരു തെക്കൻ കൊറിയൻ പാഠമുണ്ട്. അമേരിക്ക നിശ്ചയിച്ച പട്ടാള ഭരണാധികാരികളിലൂടെ അധികാരം രൂപപ്പെടുത്തി എല്ലാ പൗരാവകാശങ്ങളും അവസാനിപ്പിച്ച് അതിനെ പിന്നീട് ഒരു കോർപ്പറേറ്റ് കൊള്ളലാഭത്തിന്റെ വീതം വെപ്പിലേക്ക് കൊണ്ടുപോയത് 4-5 കോർപ്പറേറ്റ് മുതലാളിമാർ ഒരു രാജ്യം മുഴുവൻ വീതിച്ചെടുത്ത് അതിന്റെ സമ്പത്തും നിയന്ത്രണവും പരിപൂർണമാക്കിയതാണ് തെക്കൻ കൊറിയയുടെ അനുഭവം. അതിന്റെ ഒരു പുതിയ പദത്തിരിപ്പ് ചെന്നിട്ട് നിൽക്കുന്നുണ്ട്. ഏതാണ്ട് അതുപോലെ രാജ്യത്തിന്റെ മുഴുവൻ സമ്പത്ത് 4-5 മുതലാളിമാരുടെ കയ്യിലേക്ക് വീതം വെച്ച് കൊടുത്ത് അതിന് കാർമ്മികത്വം വഹിച്ച് അവരുടെ കൂടെ പിന്തുണയോടുകൂടി തങ്ങളുടെ തീവ്ര ഹിന്ദുത്വ ലക്ഷ്യത്തിലേക്ക്, തിയോക്രാറ്റിക് സ്റ്റേറ്റിലേക്ക്, അമിതാധികാരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്ന അത്യപകടകരമായ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു. അതിന് പാവപ്പെട്ട മനുഷ്യരെ ചൂഷണം ചെയ്യാണ്. ഈ വേഗത്തിൽ വളരുന്ന മുതലാളിക്ക് വളരാൻ സഹായമൊരുക്കാൻ മുതലാളി വളരുമ്പോൾ ഇതിന്റെ മറുഭാഗം എന്താ? മുതലാളിത്തം വളരുന്നതിന്റെ മറുഭാഗം എന്താ? സാധാരണക്കാരന്റെ, പാവപ്പെട്ടവന്റെ ജീവിതത്തിന്റെ ഭീകരമായ തകർച്ചയാണ്. അതാണ് ഇന്നത്തെ ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നത്. ഇവരുടെ കൈകളിലേക്ക് 10,000-കണക്കിന് കോടി ലക്ഷക്കണക്കിന് കോടി കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ നമ്മുടെ ഗ്രാമീണ മേഖലയിലെ കോടാനുകോടി മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ നന്മകളുടെയും നിരാകരണമാണ്. മനുഷ്യനായി ജീവിക്കാനുള്ള അവരുടെ അവകാശങ്ങൾ ഇല്ലാതാവുകയാണ്.
അങ്ങനെ വരുമ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുള്ള ഹങ്കർ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ, പട്ടിണിക്കാരുടെ റിപ്പബ്ലിക്, ഇന്ത്യയല്ലേ? എത്ര സ്ഥാനത്താ കയറി നിൽക്കുന്ന? 117 നമ്മളിപ്പോ 105, നാളെ ചിലപ്പോൾ 106, 100 മേപ്പെട്ടില്ലാതെ കീപ്പെട്ടില്ല. ഏറ്റവും കൂടുതൽ ദരിദ്രം 25 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ളവരിൽ അവരാണ് തൊഴിലെടുക്കുന്ന ജനവിഭാഗം. ഏറ്റവും കൂടുതൽ തൊഴിൽ ചെയ്തവരാരാ? ഇന്ത്യയിൽ. ദാരിദ്ര്യത്തിന്റെ അളവ് വർദ്ധിക്കില്ലേ? ഇപ്പോ OECD രാജ്യങ്ങളിൽ സാമൂഹ്യ സുരക്ഷയ്ക്ക് വേണ്ടി 21% നീക്കി വയ്ക്കും. ഞാൻ ഏറ്റവും വികസിച്ച ഒരു 20 രാജ്യങ്ങൾ, 21 രാജ്യങ്ങൾ. ഇന്ത്യ 7%. ഏറ്റവും കുറവ്. ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം, സാമൂഹ്യക്ഷേമത്തിനും സുരക്ഷയ്ക്കും ഏറ്റവും കുറവ് നീക്കിയിരിപ്പ്. നികുതി ഘടനയുടെ മുൻഗണനാക്രമം എങ്ങനെയാ? GST നടപ്പിലാക്കിയതോടുകൂടി ഒരു പെട്ടിക്കട നടത്തി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഇവിടെ ഉണ്ടാക്കി. അവന്റെ പീഡിയന്റെ മുന്നിൽ എന്ത് വെക്കണം? GST നമ്പർ വെക്കണം. കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് പച്ചക്കറി കടക്കാരന്റെ മുന്നിൽ, അവിടെയൊക്കെ ഇപ്പൊ പാവപ്പെട്ട പച്ചക്കറി കടക്കാരൊക്കെ മറ്റേ സാധനങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ട്, ഇലക്ട്രോണിക്സ് ധനവിനിമയ രീതികൾ. ആൾക്കാരെ ഇത് നല്ല സുഖാന്നാ, മനസ്സിലായോ? കുറച്ചധികം ആൾക്കാർ കുറച്ചധികം നല്ല ഈ പഴ ജ്യൂസ് വിൽക്കുന്ന ജ്യൂസ് കടയിൽ കുറച്ചധികം ജ്യൂസ് വിറ്റ് ഇതിലൂടെ പണം പേ ചെയ്ത് പോയാൽ അതിന്റെ അളവ് അപ്പുറത്ത് എടുക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇൻകം ടാക്സ് രാവിലെ നോട്ടീസ് അയക്കുമ്പോഴേ ഇവരറിയുള്ളൂ നമ്മള്. അങ്ങനെയാണ് എല്ലാം അവിടേക്ക് കണക്കാക്കിയിട്ടാ. ഇപ്പൊ വിമാനത്താവളത്തിൽ എളുപ്പത്തിൽ കയറി പോകാൻ വേണ്ടി ഒരു ഡിജി യാത്ര എന്ന സംവിധാനം കഴിക്കുന്നുണ്ട്. ഇന്നലെ ഞാൻ പത്രത്തിൽ വായിച്ചു. അതിലൂടെ കൂടുതൽ സമയം കയറി പോയാൽ അയാൾ അത്ര നികുതി അടച്ചു എന്ന് നോക്കാൻ വേറെ ആളവിടെ ഇരിക്കേണ്ടത്. കൂടുതൽ തവണ വിമാനയാത്ര നടത്തിയവൻ ആ വിമാനയാത്രയുടെ അനുപാതത്തിൽ നികുതി അടച്ചിട്ടുണ്ടോ നോക്കാം. മനസ്സിലായോ? ഇലക്ട്രോണിക്സ് യന്ത്രത്തിന്റെ മുന്നുകൂടി ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ വളരെ സൗകര്യമായിരിക്കാം. സൗകര്യത്തിന്റെ ഒരു മറുപുറത്ത് ഇങ്ങനൊരു കാര്യമുണ്ട്. ഞാനത് പറഞ്ഞാൽ ചില TV ചാനലുകാരുണ്ട് നേരെ വക്രീകരിച്ച് നാളെ വേറെ കൊടുക്കുമെന്ന് എനിക്കറിയാം. എന്നാലും പറയാണ്ടിരിക്കാൻ പറ്റില്ല. പറയാതിരിക്കാൻ പറ്റുമോ? അത് വളരെ കൃത്യമായി അളവങ്ങ് വർദ്ധിപ്പിച്ചു. നികുതിയുടെ അളവ് വർദ്ധിച്ചിട്ട് എന്താ സംഭവിച്ചിരിക്കുന്നത്? പാവങ്ങളിൽ നിന്ന് പിരിക്കുന്ന നികുതിയുടെ അളവ് ഇപ്പൊ എത്രയാ? 30% കൂടി. കോർപ്പറേറ്റ് മുതലാളികൾ പിരിക്കുന്ന നികുതിയോ 22% ചുരുക്കി. മുതലാളിയുടെ നികുതി ചുരുക്കുക, മുതലാളിയുടെ ലാഭം വർദ്ധിക്കുക. 30%-ലേറെ ലാഭം വർദ്ധിച്ചു പോയ മുതലാളിക്ക് നികുതിയുടെ കാര്യം വരുമ്പോ ഇളവ് അനുവദിച്ചു കൊടുക്കുക. പച്ചക്കറി വിറ്റും പഴം വിറ്റും മത്സ്യം വിറ്റും ജീവിക്കുന്ന മനുഷ്യനെ നികുതി ഘടനയിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ നികുതിയുടെ അളവ് പാവങ്ങളുടെ തലയിലേക്ക് കെട്ടിയേൽപ്പിക്കുക. കൂടുതൽ ഇവിടെ നടക്കില്ലേ? പൂർണ്ണമായ ഗവൺമെന്റിലേക്ക് വരുന്ന നികുതി പട്ടിക നോക്കൂ. പുതിയതിപ്പോ പൂർണ്ണമായി മറ്റൊരു വെട്ടിക്കുറച്ച് ഇവിടെ കൂട്ടിക്കൊടുത്തില്ലേ? ജനം ദരിദ്രനാവില്ലേ? സർക്കാർ ഖജാനയിലേക്ക് വരേണ്ട പണം, പൊതുമേഖല നിക്ഷേപം, സർക്കാരിന്റെ നിക്ഷേപമല്ലേ? അത് സ്വകാര്യ മേഖലയിലേക്ക് കൈമാറുമ്പോഴോ ഗവൺമെന്റിന്റെ വരുമാനം കുറയില്ലേ? ഗവൺമെന്റിന്റെ വരുമാനം കുറയുമ്പോഴോ അധിക നികുതി അടിച്ചേൽപ്പിക്കുക, സാമൂഹ്യ സുരക്ഷയിൽ നിന്ന് പിന്മാറുക, പാവങ്ങളെ പൂർണ്ണമായി ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുക. ഏറ്റവും കൂടുതൽ ദരിദ്രരിൽ ഇന്ത്യയിൽ ഇപ്പൊ നടക്കേണ്ടതല്ലേ? രാജ്യത്തിന്റെ ഖനിജങ്ങൾ ആരെങ്കിലും ഈ കുത്തക മുതലാളിക്ക് വെറുതെ കൊടുക്കുവോ? മുഴുവൻ കൊടുത്തിരിക്കില്ലേ? 33% തുറമുഖങ്ങൾ, 25% വിമാനത്താവളങ്ങൾ, 20% സിമന്റ് വിൽക്കാനുള്ള അവകാശം, കൽക്കരി ഇറക്കുമതി ചെയ്യാനും കുഴിച്ചെടുക്കാനും വില നിശ്ചയിക്കാനും ഉള്ള അധികാരം കിട്ടുന്ന തരത്തിൽ ഇതൊക്കെ അദാനിക്കാണ്. ഇനി പ്രകൃതി സ്നേഹപരമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പരിസ്ഥിതി സഹകരമായ വൈദ്യുതി ഉൽപ്പാദന മേഖല പൂർണ്ണമായി, വൈദ്യുതിയുടെ വിതരണ ശൃംഖല കൂടുതൽ ലാഭം കിട്ടുന്ന മേഖല പൂർണ്ണമായി ഇവർക്ക് അങ്ങ് കൊടുക്കില്ലേ? എത്ര തുച്ഛമായ തുകയ്ക്കാണ് എയർ ഇന്ത്യ ടാറ്റയ്ക്ക് കൈമാറിയത്?